കാരുണ്യമുറഞ്ഞ് മന്ത്രിസഭയുടെ രൂപം കൊണ്ടതാണ് കേരള സർക്കാരെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ട ആഴ്ചയാണ് കടന്നുപോയത്. കാരുണ്യ വിതരണത്തിൽ മുൻഗണന ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്കായിരിക്കും എന്ന നയപ്രഖ്യാപനവും ഇക്കാലത്തുണ്ടായി. പോലീസിനെ ആക്രമിച്ച കേസിലെ 32 പ്രതികളെയും കേസിൽ നിന്ന് ഒഴിവാക്കി സർക്കാർ ജോലിക്ക് ചേരാൻ ക്ഷണിച്ചിട്ടുണ്ട്. ധീരതയ്ക്കുള്ള അവാർഡിന് ഇവരുടെ പേര് ശുപാർശ ചെയ്യാനും സാധ്യതയുണ്ട്. സർക്കാരിന്റെ മനുഷ്യത്വപരമായ കാരുണ്യം കിട്ടാതെ പോയ സാധാരണക്കാർക്ക് വേണ്ടി തിരുവാതിർവ ആരംഭിക്കുന്നു. സ്വാഗതം. കോൺഗ്രസ് ഹൈക്കമാൻഡിന് കുറച്ചുകൂടി ജോലിഭാരം കുറഞ്ഞു കിട്ടി. മഹാരാഷ്ട്രയുടെയും ഹരിയാനയുടെയും ഭരണകാര്യങ്ങൾ ഇനി നിരീക്ഷിച്ച് സമയം കളയണ്ട. അത് വോട്ടർമാർ BJPയെ ഏൽപ്പിച്ചു. BJPയുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി നരേന്ദ്രമോദിയാണ് മത്സരിച്ചത്. നടത്തുന്നത് മുഴുവൻ നാടകവും കാണിക്കുന്നത് മുഴുവൻ ഷോയുമാണെങ്കിലും ഇപ്പോൾ സമയം മോദിക്കൊപ്പമാണ്. മോദി അബദ്ധങ്ങൾ കാട്ടുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത്. കൂടുതൽ ജനവിരുദ്ധ നടപടികൾ എടുക്കാൻ മോദിയുടെ കൈകൾക്ക് ശക്തി കിട്ടാൻ വേണ്ടി വഴിപാടും കഴിക്കാം. ഇപ്പോൾ മോദി ആൻഡ് കമ്പനി ആഘോഷിച്ചോട്ടെ. പടപ്പുറപ്പാട് പിന്നെയാകാം. इस कांग्रेस पार्टी के चुनाव प्रचार का नेतृत्व मैंने किया था और निराशाजनक हमारे परफॉर्मेंस के लिए मैं सारी जिम्मेदारी खुद लेता हूं. मगने इंद पड़कागादु उंदनाले पोगरुदेन मगने इंद पड़कागादु उंदनाले. മോഡി സർക്കാർ ഭരണത്തിൽ കയറിയ ശേഷം പിന്നോട്ട് പോയി, പരാജയപ്പെട്ടു, നിരാശയാണ്, അവരെല്ലാം തിരസ്കരിച്ചിരിക്കുന്നു എന്ന് പ്രചരിപ്പിച്ച ആൾക്കാർക്ക് നിരാശയുണ്ടാവാം. दोनों राज्यों में कांग्रेस नंबर 3 पर खिसकी है और हमारा कांग्रेस मुक्त भारत का अभियान 2 कदम और आगे बढ़ा है. मन्नरुम चन्नारु उन्नै पड़क्काद अन्नै पड़क्किன்ற अन्नै நீ போகாதே வாது உனக்கென்னடா இந்த படைக்காளு உனக்காரடா வாது உனக்கென்னடா இந்த படைக்காளு உனக்காரடா. நிந்தனை எந்தின் வார்த்தையை தள்ளி நீ இந்த படைக்கின்ற திந்த வைக்காதடா. भारतीय जनता पार्टी निश्चित रूप से महाराष्ट्र में सरकार स्थापित करेगी. भारतीय जनता पार्टी का मुख्यमंत्री होगा. एक पारदर्शी सरकार हम महाराष्ट्र की जनता को देंगे. मगने इंद पड़कागादु उंदनाले पोगरुदेन मगने इंद पड़कागादु उंदनाले. മാപാവിയല്ലേയോട രാമപ്പയ്യൻര കാതികാരനല്ലോ. മാപാവിയല്ലേയോട രാമപ്പയ്യൻര കാതികാരനല്ലോ. മോദിയെ പ്രതിപക്ഷ നേതാവെന്നാണ് രാഹുൽ അടുത്തിടെ ഒരു പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയേണ്ടിടത്ത് മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്നാണ് മോദി അമേരിക്കയിൽ പറഞ്ഞത്. അബദ്ധം പറയുന്നതിൽ രാഹുൽ മോദിയെയാണോ അതോ മോദി രാഹുലിനെയാണോ അനുകരിക്കുന്നത് എന്നേ അറിയാനുള്ളൂ. ചിലരൊക്കെ അതിന്റെ കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങൾ വെറും അബദ്ധജടിലങ്ങളായി മാത്രം അവസാനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വേളയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ബീഹാറിലാണ് തക്ഷശില സ്ഥിതി ചെയ്യുന്നത് എന്ന് പ്രസംഗിച്ച നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടു. അലക്സാണ്ടർ ചക്രവർത്തി സമാധി അടഞ്ഞത് ഗംഗാതീരത്താണ് എന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദിയെ നമ്മൾ കാണുകയുണ്ടായി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ശവസംസ്കാര ചടങ്ങിൽ
നെഹ്റു പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞയാളാണ് നരേന്ദ്രമോദി. ചൈനയുടെ GDP വരുമാനത്തിന്റെ 20% വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റായ പ്രസ്താവന നടത്തി. പ്രധാനമന്ത്രി ആയതിനു ശേഷം കായൽ സമ്മേളനം നടത്തിയത് അയ്യങ്കാളിയാണ് എന്ന് പോലും തെറ്റായി പ്രസ്താവിച്ച രീതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് പ്രധാനമന്ത്രിമാരുടെ ചരിത്രത്തിൽ ആദ്യമാണ്. കോൺഗ്രസ് സർക്കാരുകൾ തെരഞ്ഞെടുപ്പുകളിൽ ഭരണം കളഞ്ഞു കുളിക്കുന്നതിന്റെ സമ്മർദ്ദം ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കാണ്. ഉമ്മൻചാണ്ടി അത്തരമൊരു ടെൻഷനിലാണ്. രാജ്യത്ത് പൂച്ച കരഞ്ഞാലും പട്ടി പെറ്റാലുമെല്ലാം മോദി ഇഫക്റ്റായി ചിത്രീകരിക്കാൻ ആളുകൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. വല്ല വാർഡ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ CPM തോൽപ്പിച്ചാലും മോദി ഇഫക്റ്റ് വളഞ്ഞു വന്നതാണെന്ന് ആൾക്കാർ പറഞ്ഞു കളയും. പറഞ്ഞ പദ്ധതികൾ പറഞ്ഞ പോലെ തീർക്കാൻ ഓവർസിയറുടെ വേഷം കെട്ടേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. സർ, വലത്ത് കാല് വെച്ച് അകത്തെ കയറണം. എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സാർ. എന്റെ ഐശ്വര്യങ്ങളെല്ലാം സാറിന്റെ പ്രാർത്ഥന പോലിരിക്കും. സാർ ഇൻസ്പെക്ഷന് വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ? വഴിപോക്കർ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ്, പൊതുവഴി അതാണ്, അതിലേ വെക്കുള്ളൂ. സാർ വലത്തുകാല് വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലത്തുകാല് വെച്ച് ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം അവിടെ ഉണ്ട്. അവിടെ സാർ, അവിടെ ഉണ്ട് സാർ. ISI മാർക്ക് എവിടെ? സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. സാർ, ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ISI മാർക്ക് നിർബന്ധമാണ്. മോന്തയ്ക്ക് ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണം, അപ്പൊ കാണും മാർക്ക്. ആ, അതൊക്കെ പോട്ടെ. കേബിൾസ് ഒക്കെ ഏതാ? ആർമയുടെ? അതെ സാർ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ലൈറ്റിനും മെഷീനും ഒക്കെ ഒരേ കണക്ഷനാണ്. അത് പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? ഇതേ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് പോവില്ല. ഉടനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യും സാർ. അത് ഞാൻ പ്ലീസ് ഒന്ന് പറയാം സാർ. അതായത് മര്യാദയ്ക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. ചുമ്മാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക. ഇവരുടെ സ്ഥിരം ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി സർക്കാർ പരസ്യങ്ങൾ കുറച്ചിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം പ്രകടനങ്ങൾ ഒരു PR അഭ്യാസമായും ഗുണം ചെയ്യും. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം. സരിത നായരെ സർക്കാരിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കിയാൽ മതി. കേരളത്തിൽ ഒരു ചെലവും ചെയ്യാതെ ഏറ്റവും അധികം പരസ്യം കിട്ടുന്നത് സരിതയ്ക്കാണ്. ഇത്രയും കാലം തുടർച്ചയായി മലയാളികളുടെ ശ്രദ്ധ ആകർഷിച്ച മറ്റൊരാളും ഉണ്ടാവില്ല. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ശ്രീശേരി ഒരു പ്രാവശ്യം ഒരു ക്ലിപ്പ് പ്രചരിപ്പിച്ചു എന്ന് പറയാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എത്രയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്? 6 7 ഈ ലോകത്ത് ഏതെങ്കിലും തലയ്ക്ക് വിട്ടുള്ളവരെ ചെയ്യുള്ളൂ. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽ പായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശയ്ക്ക് വാങ്ങിയ പെണ്ണ്, പൈനാപ്പിൾ പോലൊരു പെണ്ണ്. 2 3 പേരെ എനിക്ക് വേറെയും ഡൗട്ടുണ്ട്. അപ്പൊ ആ ഡൗട്ടുകൾ മൊഴി നൽകുമ്പോൾ കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാനിപ്പോ പറഞ്ഞിട്ട് അവരുടെ തെളിവുകൾ നശിപ്പിച്ചിട്ട്. ചുണ്ടത്ത് കൺമണി കത്തിക്കും മത്താപ്പിൽ പണ്ടേയുണ്ടെനിക്കൊരു കണ്ണ്, ചുണ്ടത്ത് കൺമണി കത്തിക്കും മത്താപ്പിൽ പണ്ടേയുണ്ടെനിക്കൊരു കണ്ണ്. ഇങ്ങനെ ഞാൻ ദൃശ്യങ്ങൾ പുറത്തു വിടാൻ പോവാണ്. നീ പിന്നെ പറയാനുള്ളതും പുറത്ത് നിനക്ക് കൊടുക്കാനുള്ളതും 2 ദിവസത്തിനകം 48 അവേഴ്സിനകത്ത് നിങ്ങൾ പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ നിന്റെ ദൃശ്യങ്ങൾ പുറത്തു വിടുമെന്ന് പറഞ്ഞു. അപ്പൊ നോർമലി കുറെ ഇങ്ങനെയുള്ള ഭീഷണികൾ വരുന്നതുകൊണ്ട് ഞാനിത് നെഗ്ലക്ട് ചെയ്തു. പക്ഷെ അവരിത് വാട്സപ്പിൽ കൂടെ പ്രചരിപ്പിക്കുകയും ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ രാവിലെ ഞാനത് കാണുകയും കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് പോയപ്പോൾ ഞാൻ കണ്ടില്ല, ഞാൻ പറഞ്ഞിരുന്നു. ഇന്നലെ ഞാനത് കാണുകയും ചെയ്തിരുന്നു. ഇവിടെ വെച്ചാണ് ഞാൻ കണ്ടിരുന്നത്. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽ പായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശയ്ക്ക് വാങ്ങിയ പെണ്ണ്, പൈനാപ്പിൾ പോലൊരു പെണ്ണ്. സരിത കാരണം വാട്സപ്പിലൂടെ ഒരൊറ്റ ജനതയായി ഐക്യപ്പെട്ടിരിക്കുകയാണ് മലയാളി സമൂഹം. സരിതയുടെ കേസ് ഫലം കാണുന്നതോടെ ജയിലിലും അവർ ഒറ്റ മനസ്സായി മാറും. കേരളത്തിന് മതിൽ കെട്ടി ജയിലായി പ്രഖ്യാപിക്കുമോ എന്നാണ് അറിയേണ്ടത്. മുഴുവൻ മലയാളികളും വാട്സപ്പ് കേസിൽ അകത്തായാലും ഒരാൾ അപ്പോഴും പുറത്തുണ്ടാകും, അതുറപ്പാണ്. ആഭ്യന്തര മന്ത്രാലയം കുറ്റപ്പെടുത്തിയത് പോലീസിന്റെ കയ്യിൽ നിന്നായിരിക്കും ചോർന്നതെന്നുള്ള ഒരു വാർത്ത പലയിടത്തും പ്രചരിക്കുകയും ചെയ്യും.
ഞാനത് കണ്ടില്ല. ഞാൻ ഇത് ഇറങ്ങിയ സമയത്ത് ഗോവയിലായിട്ട് അവിടെ നിന്നാലും ഇത് കിട്ടും. എന്റെ ഈ വാട്സപ്പില് നമ്മുടെ ഇതിലൊന്നും അത് എനിക്ക് ഏതായാലും ഞാനത് കണ്ടില്ല. പക്ഷെ സത്യം കേട്ടോ, അത് കണ്ട ഒരാൾ പറഞ്ഞത് കാണേണ്ടതാണ്. അതെനിക്ക് വേറൊരാള് പറഞ്ഞത് ഒരു 5-6 മാസം കൂടി അന്നാണ് ഒരു സന്തോഷം ഉണ്ടായത്. ഇങ്ങനെ പല കമന്റുകൾ എനിക്ക് കിട്ടി, പല കമന്റുകൾ എനിക്ക് കിട്ടിയോണ്ട് ഞാൻ അഭിപ്രായം പറയുന്നത്. PC ജോർജിന് പക്ഷേ ഒരുപാട് നേരം കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിഷ്കളങ്കമായ ആ മനസ്സ് ആ മനുഷ്യനെ ഒറ്റിക്കൊടുക്കും. വാട്സപ്പ് ദൃശ്യങ്ങൾ പുറത്തുവന്ന 12-ാം തീയതി ഗോവയിൽ ധ്യാനം കൂടാൻ പോയ ജോർജ് ദൃശ്യങ്ങളെപ്പറ്റി പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അദ്ദേഹം ദൃശ്യം സിനിമയും ശരിക്ക് കണ്ടിട്ടില്ലെന്ന്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, അത് ആ സ്ത്രീ തന്നെ എടുത്തതാണെന്ന് പറയുന്നത് കളവാണ്. ആ സ്ത്രീ എടുത്ത കാര്യമുണ്ട്, സ്ത്രീയുടെ അനുവാദത്തോടുകൂടി അനുവാദമില്ലാതെ വേറെ ആരോ എടുത്തതും ഉൾപ്പെടെ. വാട്സപ്പ് കേസിൽ പോലീസ് അന്വേഷിക്കുന്നത് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചവരെയാണ്. പക്ഷേ ജനം അന്വേഷിക്കുന്നത് വേറെ ചില കാര്യങ്ങളാണ്. അതിന് മുഖ്യ അന്വേഷണ ഓഫീസറാക്കാൻ പറ്റിയ ഒരേ ഒരാൾ ജോർജാണ്. സ്ത്രീയുടെ ലാപ്ടോപ്പ് ഞങ്ങളുടെ പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പൊ പോലീസ് കസ്റ്റഡിയിലായിരിക്കും. ഇതാരെടുത്താന്നൊക്കെ എനിക്കറിയാം, ഞാനത് പറയുന്നില്ല, എനിക്ക് ആരോടും ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് എടുത്തവരെ പറ്റി എനിക്ക് സംശയം. അല്ല, കുറച്ച് മുമ്പുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ കേസ് ഉണ്ടാകുന്ന മുമ്പ് ഉറപ്പല്ല, പഴയതാ. ഇത് രാഷ്ട്രീയം കളിക്കുക, ഒരു യാതൊരു സംശയം. ഈ രാഷ്ട്രീയ കളി നാടിന് ഗുണകരമല്ല. ആരാണെന്നുള്ള ഞാൻ നോക്കണം. ചിലപ്പോ അങ്ങനെ മന്ത്രി ആകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണോ, അതോ അങ്ങനെ മന്ത്രി ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മൻചാണ്ടിയെ ഭീഷണിപ്പെടുത്താനാണോ എന്നതാണ് പരിശോധിക്കപ്പെടണം. പുറത്തു വരാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. 23-ാം തീയതി കഴിഞ്ഞ് ഞാൻ ഇച്ചിരി പറയായിരുന്നു. അതുവരെ എന്നെ പോയി. ഇനി കേരളത്തിന്റെ കാത്തിരിപ്പ് 23-ാം തീയതിയായി കിട്ടാനാണ്. കേരളം വാട്സപ്പിന്റെയും ഐഫോണിന്റെയും കാലത്തെത്തിയിട്ടും KSU ഇപ്പോഴും കാളവണ്ടി യുഗത്തിൽ തന്നെയാണ്. പദയാത്ര, വാഹനജാഥ, കേരളയാത്ര തുടങ്ങിയ തേഞ്ഞ തന്ത്രങ്ങളുമായാണ് അവരുടെ രാഷ്ട്രീയം. KSU പ്രസിഡന്റിന്റെ യാത്ര കാണാം. ആദ്യം പൈലറ്റ് വാഹനങ്ങളായി ബൈക്കുകൾ എത്തും. പാർട്ടി കൊടികൾ ഉള്ളതിനാൽ പതിവ് പോലെ ഈ ബൈക്കുകൾക്കും നമുക്കുള്ള നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല. ഹെൽമറ്റ് ധരിക്കേണ്ട, ഹോൺ നിയന്ത്രിക്കേണ്ട. ഇങ്ങനെയൊക്കെ തന്നെയാണ് രാഷ്ട്രീയം പഠിച്ചു തുടങ്ങേണ്ടത്. എതിരാളികളുടെ കോട്ട സുൽത്താന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ പാലക്കാട് ജില്ലയിൽ ഈ വാഹനങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് KSU സംസ്ഥാന അധ്യക്ഷൻ വരുന്നത്. അദ്ദേഹത്തെ പോലെ വലിയ ഒരു നേതാവിനെ താങ്ങാനാകാതെ സ്റ്റേജ് വരെ വിനയം കൊണ്ട് നിലത്തിറങ്ങിയിരുന്നു. ഇന്ന് വൈകുന്നേരം കല്ലാട്ടുകടവ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വമ്പിച്ച സ്വീകരണം നൽകുകയാണ്. മന്ത്രിമാർ, രാഷ്ട്രീയ സാഹിത്യ നായകന്മാർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന വർണ്ണശബളമായ ചടങ്ങിൽ സംബന്ധിക്കാൻ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, നിങ്ങൾ എനിക്ക് നൽകിയ
പരിമാറിയോ? മഴ കൂടിയപ്പോൾ ആളുകൾ വലിയ സ്റ്റേജ് ആയതുകൊണ്ട് മഴയെ അതിജീവിക്കാൻ വേണ്ടി സ്റ്റേജിനകത്ത് കയറിയതുകൊണ്ടുള്ള വിഷയമാണ്, വേറെ മറ്റു വിഷയങ്ങളൊന്നും. KSU ആയതുകൊണ്ടാണ് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ സ്റ്റേജ് പൊളിഞ്ഞതെന്ന് ആളുകൾക്ക് സംശയം തോന്നിയതും അങ്ങനെ ഒരു സംശയം ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് പ്രസിഡന്റ് ഇങ്ങനെ വിശദീകരിച്ചത്. KSU ഒന്നും ഇങ്ങനെ ഒരു തരത്തിലും മാറാതെ ഇരിക്കുന്ന കണ്ടിട്ടാകണം CPM മാറാൻ തീരുമാനിച്ചത്. ലളിത ജീവിതമാണ് ലക്ഷ്യം. മത്സരിക്കുന്നത് CPI-യോടും. പാർട്ടി സമ്മേളനങ്ങൾ വരുമ്പോൾ അരവയറും ഒറ്റമുണ്ടുമാണ് പാർട്ടി നയം. EP ജയരാജൻ വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച കട്ടൻ ചായ രഹിത പരിപ്പുവട രഹിത വിപ്ലവം എന്ന തീസിസ് തിരുത്തിക്കൊണ്ടാണ് പുതിയ നീക്കങ്ങൾ. ഒരു 50 വർഷം മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ ജീവിച്ച പോലെ ഇന്നും കമ്മ്യൂണിസ്റ്റുകാർ ജീവിച്ചു കൊള്ളണം. അവർ താടിയും മുടിയും വളർത്തി ബീഡിയും വലിച്ച് ഒരു പരിപ്പ് വടിയും തിന്നിട്ട് ഇങ്ങനെ കുളിക്കാതെ അവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്ന കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ചിന്തിച്ച് കുറച്ചാൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആളുണ്ടാവില്ല. ഞാൻ KSYF പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ബെഞ്ചുമ കിടന്നുറങ്ങിയിട്ടും പോയ സ്ഥലത്ത് കിടന്നുറങ്ങിയിട്ടും സ്കൂളിൻ്റെ കോലായി കിടന്നുറങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങളെന്ന് ഒരു 10, 30, 35 വർഷത്തിന് മുൻപ് KSYF ഒക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ. ഇന്ന് അതിനൊക്കെ രാജ്യം മാറിയിട്ടുണ്ട്, നാട് മാറിയിട്ടുണ്ട്. കട്ടൻ ചായ പരിപ്പോട യുഗം വീണ്ടും പാർട്ടിയിൽ തിരിച്ചു വരികയാണ്. കുറഞ്ഞ പക്ഷം അടുത്ത തെരഞ്ഞെടുപ്പ് ജയം വരെയെങ്കിലും. EP ജയരാജന് തന്നെ അണികൾക്ക് കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പരിപ്പോട എവിടെയോ? ഇന്ന് പരിപ്പോട ഉണ്ടാക്കില്ല സാർ. പരിപ്പോട ഉണ്ടാക്കിയില്ലേ? പരിപ്പോടയും ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം. തനിക്ക് അറിഞ്ഞൂടെ? എടുക്ക പോയി പരിപ്പോട ഉണ്ടാക്കി കൊണ്ടുവരാ. കൊളുത്തിവെച്ചൊരു ദീപശിക തുടർന്ന വിപ്ലവധീര സഖാക്കൾ പോകാം ഞങ്ങൾ അഭിവാദ്യം. പലരും കരുതുന്ന പോലെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായല്ല CPM ലളിത ജീവിതത്തിലേക്ക് പോകുന്നത്. വിശക്കുന്ന വയറ്റിലെ വിപ്ലവ ചിന്ത ഉണ്ടാകൂ എന്ന അടിസ്ഥാന തത്വമാണ് അവർ നടപ്പാക്കുന്നത്. വിശപ്പും അരത്തവിച്ചോറും പാർട്ടി സിലബസിൽ മടങ്ങിയെത്തുന്നതോടെ പാർട്ടി പ്രത്യയശാസ്ത്രപരമായി തടിച്ചു കൊഴുക്കുമെന്നാണ് വിശ്വാസം. ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വളർന്നതുകൊണ്ട് മാത്രം പിളർന്നു പോകേണ്ടി വന്ന കേരള കോൺഗ്രസുകൾ അവരുടെ സുവർണ ജൂബിലി ആഘോഷിച്ച് അവസാനിപ്പിച്ചത് അറിഞ്ഞിരിക്കുമല്ലോ. ഗൃഹാതുരത ഉണർത്തിയ പരസ്പരം പാരകളിലൂടെയായിരുന്നു ചടങ്ങുകൾ സമാപിച്ചത്. തെരഞ്ഞെടുപ്പിൽ പാലാ നിയോജക മണ്ഡലത്തിൽ MM ജേക്കബിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ, ഇന്നും സ്ഥാനാർത്ഥിത്വം കിട്ടുമായിരുന്നെങ്കിൽ അവിടെ നിൽക്കുമായിരുന്ന വ്യക്തിയാണ് ഞാനാണ് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. 50 വയസ്സിൽ മധ്യാഹ്നത്തിൽ എത്തി നിൽക്കുന്ന കേരള കോൺഗ്രസ്, ഇനിയും ശതാബ്ദിയിലേക്ക് നടന്നു നീങ്ങുന്ന കേരള കോൺഗ്രസ് മധ്യാഹ്നത്തിൽ എത്തിയിരിക്കുകയാണ്. PT ചാക്കോ അന്തരിച്ച് തിരുനക്കര മൈതാനത്ത് അദ്ദേഹത്തിന്റെ ചലനമറ്റ മൃതദേഹം കിടക്കുമ്പോഴും ചാമ്പലാൽ പള്ളിയിൽ പോയി ആ ശവശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്യാത്ത ആളുകൾ കേരള കോൺഗ്രസിന്റെ പൈതൃകം അവകാശപ്പെടുന്നത് അക്ഷന്തവ്യമായ ഒരു അപരാധമാണ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് മറുപടി പറയാം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടുത്ത നാളിലിറങ്ങിയ നയരേഖയ്ക്കകത്ത് മധ്യവർഗത്തെ കൂടി നമ്മൾ കാണണം എന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറയുകയുണ്ടായി. 34 വർഷം മുമ്പ് ഉള്ള കേരള കോൺഗ്രസിന്റെ ദർശനമാണ് മധ്യവർഗം. ഇവിടെ പുതിയ തിയറിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നെ അങ്ങോട്ട് വിളിച്ചാൽ ഞാൻ വരാം, ആരും വിളിക്കുകയില്ല, പോകുകയില്ല. കേരള കോൺഗ്രസ്സുകാരൻ നേരത്തെ ഇവിടെ PC പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയായിരുന്നു. എനിക്ക് സന്തോഷം. ഞാനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പാർട്ടി ഓഫീസിൽ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു, തോമസ്.
തോമസ് മുഖ്യമന്ത്രിയാകുന്നതിനും എനിക്ക് പരിപൂർണ സന്തോഷമാണ്. കേരളത്തെ സംബന്ധിച്ച് ഒരു പുതിയ കേരളം വാർത്തെടുക്കുവാൻ നേതൃത്വം കൊടുക്കുവാനും കേരള കോൺഗ്രസിന് കഴിയണം. കേരള കോൺഗ്രസ് സജ്ജമാക്കണം. മാണി മറ്റേതാന്ന് അവകാശപ്പെടുന്നിടത്തോളം ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മാണി 76-ലാണ് പാർട്ടി ഉണ്ടാക്കിയതെങ്കിലും പുള്ളി അവകാശപ്പെടുന്നത് പുള്ളി 64 ഒക്ടോബർ 9 ലക്ഷ്മി നിവാസിലും തിരുനക്കരയും ഉണ്ടായിരുന്നു എന്ന് പുള്ളി അങ്ങ് അവകാശപ്പെടുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ? സ്വന്തം സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശത്രുരാജ്യത്തെ തലവനെ സാക്ഷിയായി ക്ഷണിച്ച മോദിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബാലകൃഷ്ണപിള്ള മറ്റ് കേരള കോൺഗ്രസുകാരെയും ആഘോഷത്തിന് ക്ഷണിച്ചിരുന്നു. PC ജോർജിന് എത്താൻ കഴിഞ്ഞില്ല. ബാലകൃഷ്ണപിള്ള പാവമാണ്. അങ്ങനെ കേരള കോൺഗ്രസിന് ജന്മം കൊടുത്ത ആകെ ജീവിച്ചിരിക്കുന്ന ഏക നേതാവാണ്. ഞങ്ങളുടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്മേളനം നടത്തി പുള്ളി പിള്ളേടെ അല്ല, ഞാൻ അവിടെ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ഇവിടെ കഴിഞ്ഞു പോയി. ഫാൻസിയോട് നേരത്തെ വന്നേച്ചു പോയി. എനിക്ക് ആ പണി അറിയത്തില്ല. നമുക്ക് ഞാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ വൈസ് ചെയർമാനായിട്ട് കേരള എമ്മിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ പിള്ളേരുടെ സമ്മേളനത്തിൽ ആദ്യം പോകുന്ന മര്യാദയാണ്. ഞാൻ അങ്ങനെ പണി ചെയ്യാം, ഞാൻ ചെയ്യാം. എന്നിട്ട് ഫാൻസിയോട് ചെയ്ത നല്ല കാര്യം. പിള്ളേരെ പോണം. ഞാൻ ബാലകൃഷ്ണൻ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ സമയം ഞാൻ നോക്കി, അപ്പോഴത്തെ ഇവിടെ കഴിഞ്ഞു പോയി. ഇനി ഞാൻ നേരെ വന്നേ. ബാലകൃഷ്ണപിള്ളയുടെ ഭാഗ്യം എന്ന് മാത്രം കരുതിയാൽ മതി. ഇല്ലെങ്കിൽ ആ ചടങ്ങ് മുഴുവൻ PC ജോർജ് ഹൈജാക്ക് ചെയ്തുകൊണ്ടുപോയേനെ. പൈസ മുടക്കി ഇത്രയും വലിയ ആഘോഷമൊക്കെ നടത്തിയിട്ട് ഒടുവിൽ PC ജോർജ് പ്രസംഗിച്ച ചടങ്ങ് എന്ന പേരിൽ അറിയപ്പെടേണ്ട ഗതികേട് വന്നേനെ ആ ചടങ്ങിനും. PC ജോർജിനാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട തിരുവാതിർവായുടെ മറ്റൊരു എപ്പിസോഡ് കൂടി സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. മുൻ എപ്പിസോഡുകൾ മനോരമ ന്യൂസ്.com കാണുക. നന്ദി, നമസ്കാരം.